ഒരു പക്ഷേ ഈ സംയുക്ത മേനോൻ എന്നുള്ള ഈ കുട്ടിക്ക് മലയാള സിനിമയിൽ ചുവട് ഉറപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ പാട്ടുകൾക്കുള്ളൊരു പ്രത്യേകത അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്തിട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി ഫാമിലി തന്നെയാണ്. അവർ പറയുന്നത് സിനിമകളൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ പാട്ടുകളൊക്കെ എപ്പോഴും കാണാറുണ്ട് യൂട്യൂബിലൊക്കെ എന്ന് പറയാം. അപ്പോൾ അവിടെയുള്ളവർ വരെ ലോകം മുഴുവനും ഈ യൂട്യൂബ് വഴി നമ്മൾ ഈ പാട്ടിലൂടെ അറിയപ്പെടുന്നു എന്നുള്ളത്. ഇന്നാള് ബാംഗ്ലൂർ പോയ സമയത്ത് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ന്യൂസ് കൊടുത്തത് ദ ജീവാംശമായ ഗേൾ ഇൻ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. ഈ പത്രക്കാരെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജീവാംശമായ ഗേൾ എന്നാണ് പറയുന്നത്. എന്റെ പേരല്ല അവിടെ കൊടുത്തിട്ടുണ്ട്. നോൺ മലയാളീസ് വരെ ഈ പാട്ട് എൻജോയ് ചെയ്യുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്തിരുന്നു. അത് പക്ഷെ ഫോർ ഗുഡ് അല്ലേ, എല്ലാം സംഭവിക്കുന്നതെല്ലാം നല്ലതെന്ന് പറയുന്ന പോലെ. പക്ഷെ ആ സിനിമ റിലീസ് ആവുന്ന സമയം കൊണ്ട് ഏകദേശം ഒരു 20 ലക്ഷം പേരെങ്കിലും ആ പാട്ട് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അങ്ങനെ ആ സിനിമയിലെ ആ പാട്ടിലൂടെ ഒരു അടുപ്പം ഉണ്ടായി. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു പക്ഷേ ആ പാട്ടൊക്കെ വേണം സഹായിച്ചിട്ടുണ്ടാവും. ആ പാട്ടെന്നുള്ള സീനിൽ ഒരു പക്ഷേ അതൊക്കെ വരുമ്പോൾ ചില ഒരു വളരെ എന്താ പറയുക, വളരെ നിഷ്കളങ്കമായ ചില മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള വേറൊരു റോളുണ്ട്. ആര്യയുടെ ഷോറീലിൽ വരെ വന്നിരുന്നത്. ഓൾ ഇന്ത്യ ഷോറീലിൽ ഞാനിങ്ങനെ ശരിക്കും അടിച്ചോ? കൊടുത്തോ? എങ്ങനെ കൊടുത്തു? അതും ചില ഷോട്ടിലൊക്കെ സംവിധായകൻ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വലിച്ചോണ്ടിരിക്കല്ലേ, വലിക്കുമ്പോൾ അടി കിട്ടുമ്പോൾ വായിന്ന് പുക പോകണം. അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അടിച്ചതിന് ഒരു കയ്യും കണക്കില്ല, റീടേക്കും എല്ലാം കൂടെ പല ഫ്രെയിം മറ്റേ എന്താ പറയാ പല ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്തേക്കുന്നു. പല അടിച്ച് പരുവപ്പെടുത്തി പറയല്ലേ. അയ്യോ, ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ചേർത്ത് ഐ മീൻ സ്ലാബ് കട്ട് എടുക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു. ഫസ്റ്റ് ടേക്ക് വരുന്നില്ല, പാവല്ലേ. എനിക്ക് ഇതിനൊരു യൂസ്ഡ് ആയി ആദ്യം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു പൂതന എന്നുള്ള സിനിമയില് ഭാവന ചേട്ടത്തടിക്കുന്ന ഒരു സംഭവമുണ്ട്. മറ്റേ കൊച്ചിനെ കൊണ്ട് സൈക്കിളിൽ കാറ്റടിപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു സീനുണ്ട്. അതാണ് ആദ്യമായിട്ട് എനിക്ക് നല്ല ചെകിട്ടത്ത് കിട്ടുന്ന ഒരു അടി. അതെന്ന് പറയുന്നത് ഈ അൾട്രാ സ്ലോ മോഷനിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു അര സെക്കൻഡിന്റെ ടൈമിങ് വ്യത്യാസം വന്നാൽ പോലും ഈ സ്ലോ മോഷനിൽ അത് പിടിക്കും. അതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടി പിന്നെ ആദ്യം കിട്ടിയ അടി തന്നെ കുറച്ചധികം ചിലതൊക്കെ പിന്നൊക്കെ പോകും. പക്ഷെ അപ്പോഴും ഞാൻ കണ്ണടഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെയും റീടേക്ക് എടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി കുറേ സിനിമകളിൽ കിട്ടിയിട്ടുണ്ട്. മായനദി കിട്ടിയിട്ടുണ്ട്, തരംഗത്തിൽ കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്, മറഡോണയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം എന്നിട്ട് എല്ലാവരും ലിപ് ലോക്കിനെ പറ്റി മാത്രം സംസാരിക്കുന്നു. ചെകിട്ടടികളെ പറ്റി ആരും സംസാരിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജീവിതം ഇനി അടികൊള്ളാൻ ബാക്കി തിരുത്തേണ്ട സമയമായിട്ട് ഇല്ല. മിന്നൽ മുരളിലും കിട്ടേണ്ടി. ഇതിനു മുമ്പ് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു ആ നിമിത്തം? സീരിയസ്ലി ഐ ആം ആസ്കിങ്. ഓക്കെ, എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വീസിങ് ഉണ്ട്. അപ്പോൾ പാസീവ് സ്മോക്കിംഗ് ഒട്ടും പറ്റില്ല. അപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ ഞാനും അമ്മയും നിൽക്കുകയാണ്. ഒരാൾ സൈഡിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് പുക വലിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ സമയത്ത് മൂക്ക് പൊത്തി നിൽക്കും. പക്ഷെ അവിടുന്ന് മൂവ് ചെയ്യാനുള്ളത് നമുക്ക് വേറെ സ്ഥലമില്ല, അതൊരു ക്ലോസ് സ്പേസ് ആണ്. അതിനകത്ത് അപ്പം ഞാൻ അദ്ദേഹത്തിനോടുത്ത് വളരെ പൊളൈറ്റായിട്ട് പോയി പറഞ്ഞു, സ്മോക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്, സ്മോക്കിംഗ് പ്ലേസ് അല്ല, അപ്പുറത്ത് സ്മോക്കിംഗ് റൂം ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ ഒബ്വിയസ്ലി ഒബ്വിയസ്ലി എന്നല്ല, ബട്ട് ആള് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. എൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് തരിച്ചു, കൈയെടുത്തു, പൊട്ടിച്ചു. പക്ഷെ അതിനുശേഷം മറ്റേ അമ്മ പാനിക്കായി, ഇതെന്താ ഇത്രയും റിയാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് രീതിയിൽ ഇറ്റ് ഹാപ്പൻഡ്. അടി കൊണ്ടിട്ട് എല്ലാം ഇത് കണ്ടിട്ട് പ്രതികാരം ചെയ്യാൻ പറ്റും. അത് മാത്രല്ല ഇനി ഈ സംയുക്തയുടെ സിനിമ കാണുമ്പോൾ ആ സമയത്ത് ഞാൻ ആക്ട്രസ് ആയിട്ടില്ല. അല്ല, ഇനിയിപ്പോ സംയുക്തയുടെ സിനിമ കാണുമ്പോൾ അതല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ആ വിദ്വാൻ കാണുമ്പോൾ എന്തായിരിക്കാം ഒന്ന് ഇങ്ങനെ തപ്പു. അപ്പൊ ആള് മോശമല്ല കേട്ടോ. പിന്നെ ടോവിനോ മറ്റേ മോശമായിട്ട് സംസാരിച്ചതായിരിക്കാം. സിഗരറ്റ് നിമിത്തമായിട്ടുണ്ടോ? അതാണല്ലോ ഈ അടിയിലേക്ക് വരാൻ കാരണം. എന്തായാലും ആ പറ്റിയൊരു ക്യാരക്ടറാണ് അപ്പൊ സംയുക്തയ്ക്ക് പിന്നീട് ആ സിനിമയിൽ. ഇതൊക്കെയാണ് എനിക്കറിയില്ലായിരുന്നു. ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തല്ലേ.